Good morning. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലേ എടുക്കുന്നേ? മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് വരെ എടുത്തു അല്ലെ? കംപ്ലീറ്റ് അല്ലേ ഇത്? റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് വരെ കംപ്ലീറ്റ് അല്ലേ? ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോട്ടെ സർ. ഓക്കെ, ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമ്മള് 6th വൺ ആണ് കേട്ടോ. സ്പില്ലിംഗ് ലബോറട്ടറി ഏരിയ മൈക്രോബിയൽ കൾച്ചേഴ്സ്. നമ്മുടെ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട് പല കൾച്ചേഴ്സ് ഒക്കെ എടുക്കാറുണ്ട് അല്ലെ? കേട്ടിട്ടുണ്ടോ നിങ്ങള്? നമുക്ക് ഈ ഇൻഫെക്ഷൻസ്, യൂറിനറി ഇൻഫെക്ഷൻസോ കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും കൂടുതൽ കേട്ടിരിക്കുക അല്ലെ? കൾച്ചർ എടുത്ത് നോക്കണം എന്നൊക്കെ ഡോക്ടർ പറയുന്നത് കണ്ടിട്ടുണ്ടോ? അതെ, കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ അതുപോലെ നമ്മുടെ ലബോറട്ടറി ഏരിയയുമായി ബന്ധപ്പെട്ട് സ്പില്ലേജ്, അതായത് ഇങ്ങനെയുള്ള മൈക്രോബിയൽ കൾച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോ അതിലൂടെയൊക്കെ പലതരത്തിലുള്ള ലീക്കേജോ കാര്യങ്ങളൊക്കെ വരാം അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന സ്പില്ലേജ് വേസ്റ്റ് ആണ് ഇനി അടുത്തതായിട്ട് നമ്മൾ അത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. നോക്കി, ഫസ്റ്റ് വൺ നമുക്കറിയാവുന്ന കാര്യമാണ്. ഏതൊരു സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും ആദ്യം യൂസ് ചെയ്യുന്നത് എന്താ? PPE അല്ലെ? യൂസ് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിക്കുക. ഇവിടെ നമ്മുടെ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട് ധരിക്കണം അല്ലെ? കണ്ടിട്ടില്ലേ? എല്ലാവരും ലാബ് കോട്ട് ധരിച്ചല്ലേ അതിനുള്ളിൽ നിൽക്കുക, അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാര് അല്ലെ? ലാബ് കോട്ടുകൾ ഉണ്ടാവും അല്ലെ? ആൻഡ് കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസുകൾ ധരിക്കണം അല്ലെ? നിർബന്ധമായിട്ടും അവര് കെമിക്കൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്ലൗസുകൾ ധരിച്ചിരിക്കണം. ദെൻ സേഫ്റ്റി ഗ്ലാസുകൾ വെക്കുക. ആൻഡ് മാസ്ക് എന്നാണ് കേട്ടോ, അവിടെ മാസ്ക് എന്നാണ്, MASK ആണ് കേട്ടോ, മാസ്ക് എന്നാണ് കേട്ടോ. സേഫ്റ്റി ഗ്ലാസുകൾ ധരിക്കണം, മാസ്കുകൾ ധരിക്കണം. ആൻഡ് നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇൻ ഇമ്മീഡിയറ്റ് ഏരിയ ആൻഡ് ഇവാക്യുവേറ്റ് ദ ഏരിയ എന്നാണ് കേട്ടോ. ഇവാക്യുവേറ്റ് എന്നാണ്, evacuate the area. നമ്മൾ നേരത്തെ റേഡിയോ ആക്ടിവിറ്റി ഒക്കെ പറഞ്ഞ പോലെ തന്നെ നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇമ്മീഡിയറ്റ് ഇൻ ഏരിയ. എന്താണ്? അപ്പൊ ആ ഒരു ഏരിയയുടെ ഇങ്ങനെ ഒരു ലബോറട്ടറി ഏരിയയുമായി ബന്ധപ്പെട്ട ഒരു സ്പില്ലേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉടനെ ബന്ധപ്പെട്ട ആളുകളെ എന്ത് ചെയ്യുക? ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ മറ്റുള്ളവരെ നോട്ടിഫൈ ചെയ്യലിൽ അറിയിക്കുക. ആ ഇവാക്യുവേറ്റ് ദ ഏരിയ. എന്താണ് ഇവാക്യുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഒഴിച്ചു നിർത്തുക, അല്ലെങ്കിൽ എന്താണ്? ഒറ്റപ്പെടുത്തിയ ആ ഒരു ഏരിയയെ സെപ്പറേറ്റ് ആയിട്ട് നിർത്തുക അല്ലെ? Then cover the spill with absorbent material, drenching bright disinfectant. നീ എന്ത് ചെയ്യുന്നു? ആ ഒരു സ്പില്ലേജ് നടന്നിരിക്കുന്ന ആ ഒരു ഏരിയയില് കൃത്യമായിട്ട് ഒരു അബ്സോർബന്റ് മെറ്റീരിയൽ, എന്തില് മുക്കിയ അബ്സോർബന്റ് മെറ്റീരിയൽ? ഡ്രെഞ്ചിങ് റൈറ്റ് ഡിസിൻഫെക്ടന്റ്. എന്തില് മുക്കിയതാ? നല്ല രീതിയിൽ കൃത്യമായ റൈറ്റ് ഡിസിൻഫെക്ടന്റ്, ശരിയായിട്ടുള്ള ഡിസിൻഫെക്ടന്റിൽ മുക്കിയ അല്ലെങ്കിൽ കുതിർത്തിട്ടുള്ള അബ്സോർബന്റ് മെറ്റീരിയൽ. ഇപ്പൊ നമ്മളാണെങ്കിൽ വീട്ടിൽ തുടയ്ക്കുമ്പോ എങ്ങനെയാണ്? ഡിസിൻഫെക്ടന്റ് ഒഴിക്കാറില്ലേ? ലിക്വിഡ് ഒഴിക്കാറില്ലേ? നമ്മൾ ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു വെള്ളത്തിൽ നമ്മൾ ലിക്വിഡ് ഒഴിക്കാറില്ലേ? അതിൽ മുക്കിയിട്ടല്ലേ, നമ്മൾ മുക്കി പിഴിഞ്ഞിട്ടല്ലേ നമ്മൾ തുടച്ചെടുക്കുന്നേ അല്ലെ? അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ശരിയായ ഡിസിൻഫെക്ടന്റിൽ മുക്കി പിഴിഞ്ഞെടുത്തിട്ടുള്ള അബ്സോർബന്റ് മെറ്റീരിയൽ കൊണ്ടായിരിക്കണം അവിടെ ക്ലീൻ ചെയ്യേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാവുന്ന ശരിയായിട്ടുള്ള ഡിസിൻഫെക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ വിത്ത് എ കോൺസെൻട്രേഷൻ ഓഫ്
1% available chlorine and 18% ethanol. ആ ഒരു ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷന്റെ ഇവിടെ എടുക്കാവുന്ന സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്നും ചോദിക്കാറില്ല. ജസ്റ്റ് ഒരു ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ആണ് നമ്മൾ ശരിയായ ഒരു ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ജസ്റ്റ് അതിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 1% അവൈലബിൾ ആയിട്ടുള്ള ക്ലോറിൻ വേണം, 18% ethanol ആയിരിക്കണം. Then leave 10 to 30 minutes after pouring disinfectant solution around the spirit. ഇനി എന്താണ്? Leave 10 to 30 minutes. അതായത് ആ ഒരു ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കുതിർക്കാനായിട്ട് വെക്കാം. എന്താണ് ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത്? 10 to 30 minutes, 10 മുതൽ ഒരു 30 മിനിറ്റ് വരെ ആഫ്റ്റർ പോറിംഗ് നമ്മൾ ആ ഒരു ഡിസിൻഫെക്റ്റന്റ് ഒഴിച്ച ഒരു സൊല്യൂഷൻ ആ സ്പില്ലേജ് നടന്ന ഏരിയയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 10 മുതൽ 30 മിനിറ്റ് വരെയും ആ ഒരു സ്ഥലം എന്ത് ചെയ്യുക? അവിടെ മാറ്റി വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? കുറച്ച് സമയം അത് ലീവ് ചെയ്ത് അവിടെ വരിക അല്ലെ. എന്റെ നെക്സ്റ്റ് എന്താ പറയുന്നത്? റബ് ദ നിയർ ബൈ ഏരിയ യൂസിങ് ഡിസിൻഫെക്റ്റ് സൊല്യൂഷൻ. ആ ഒരു ഏരിയ മാത്രം നമ്മൾ ക്ലീൻ ചെയ്യാൻ പോരാ അല്ലെ, അതിന്റെ തൊട്ടടുത്തുള്ള മറ്റ് ഏരിയാസും നമ്മൾ കൃത്യമായ അണുനാശിനി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? തുടച്ച് വൃത്തിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. Then clean the spillage and disinfectant solution and shift all polluted material to an appropriate waste container. ഇനി എന്ത് ചെയ്തു? ആ ഒരു സ്പില്ലേജ് ഏരിയയിൽ നമ്മൾ അത് ക്ലീൻ ചെയ്യാണ്. വൃത്തിയാക്കുന്നതിന് വേണ്ടി ഉചിതമായ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ അണുനാശിനിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ അത് വൃത്തിയാക്കി ഷിഫ്റ്റ് ഓൾ പൊല്യൂട്ടഡ് മെറ്റീരിയൽ. അതിനുവേണ്ടി നമ്മൾ ഒത്തിരി ചിലപ്പോൾ അബ്സോർബന്റ് പാഡുകള് മറ്റു ക്ലോത്തുകളൊക്കെ ഉപയോഗിച്ച് കാണും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും എന്ത് ചെയ്യുന്നു? ശരിയായിട്ടുള്ള വേസ്റ്റ് കണ്ടെയ്നേഴ്സിൽ നിക്ഷേപിച്ചു വേണം അത് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത്, if the spillage is huge or includes a extremely infectious microorganism. ആ ഒരു സ്പില്ലേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ വലിയതാവാം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളതാവാം, അല്ലെങ്കിൽ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് മൈക്രോ ഓർഗാനിസംസ് അടങ്ങിയിട്ടുള്ള ഒരു സ്പില്ലേജ് അല്ലെങ്കിൽ ഒരു ലീക്കേജ് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളതെങ്കിൽ the cabinet may need to be decontaminated with formaldehyde gas by qualified staff before further use raise incident forms. Before further use കഴിഞ്ഞ ഒരു കുത്തിട കേട്ടാ, അതിനുശേഷം റേസ് ഇൻസിഡന്റ് ഫോംസ് എന്നാണ് കേട്ടാ. അപ്പൊ നോക്കിയേ, ഒരു വലിയ രീതിയിലുള്ള ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് മൈക്രോ ഓർഗാനിസംസ് വഴിയാണ് അവിടെ ഈ ഒരു ലീക്കേജ് വന്നിരിക്കുന്നത് വിചാരിക്കും. അപ്പൊ അവിടെ നമുക്ക് ഈ പറയുന്ന ചെറിയ രീതിയിലുള്ള മാത്രമായിട്ടുള്ള ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രം എന്ത് ചെയ്താൽ പോരാ? അവിടെ ആ ഒരു ക്ലീനിങ് ചെയ്താൽ പോരാ. മറിച്ച് എന്ത് വേണം? ആ ക്യാബിനറ്റ് ഉൾപ്പെടെ, ആ ഒരു ലാബിലുള്ള ക്യാബിനറ്റ്സ്, കബോർഡുകൾ മുതലായ എല്ലാ സാധനങ്ങളും ഉൾപ്പെടെ നമ്മൾ കൃത്യമായിട്ട് ഡീകണ്ടാമിനേഷൻ ചെയ്യണം, അല്ലെങ്കിൽ അണുവിമുക്തമാക്കണം. അതിനു വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട്. നമുക്കത് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതൊരു ചാപ്റ്ററിൽ തന്നെയുണ്ട്. കെമിക്കൽ ഗ്യാസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. എങ്ങനെയാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ജീവനക്കാരെ വെച്ചുകൊണ്ട് നമ്മൾ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഡീകണ്ടാമിനേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ബിഫോർ ഫർദർ യൂസ്, മറ്റ് ഉപയോഗങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അവിടെ ചെയ്യുന്നതിന് മുൻപേ ഈ പറയുന്ന ക്യാബിനറ്റ് ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലും കൃത്യമായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ ഉപയോഗിച്ചുകൊണ്ട് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഡീകണ്ടാമിനേഷൻ നടത്തുന്നുണ്ട്. ആ ഒരു ഗ്യാസിന്റെ പേര് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡീകണ്ടാമിനേഷൻ നടത്തുക എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ബിഫോർ ഫർദർ യൂസ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? റേസ് ഇൻസിഡന്റ് ഫോംസ് അല്ലെ. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇൻസിഡന്റ് ഫോമുകൾ ഫിൽ ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട ജീവനക്കാരെ അറിയിക്കുകയും ചെയ്യുക. അപ്പൊ സ്പില്ലിംഗ് ലബോറട്ടറി ഏരിയയിൽ അല്ലെങ്കിൽ മൈക്രോബിയൽ കൾച്ചേഴ്സിൽ നിന്ന് വരുന്ന സ്പില്ലേജ് അല്ലെങ്കിൽ ലീക്കേജ് ആവുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനുവേണ്ടി അവിടെയുള്ള ജീവനക്കാര് ലാബ് കോട്ടിന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ധരിക്കണം, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ് ധരിക്കണം, സേഫ്റ്റി ഗ്ലാസുകൾ ധരിക്കണം, മാസ്കുകൾ ധരിക്കണം. അതുപോലെ ഇങ്ങനെ ഒരു ലീക്കേജ് അല്ലെങ്കിൽ സ്പില്ലേജ് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ട ഏരിയയിലുള്ള ആളുകളെ നോട്ടിഫൈ ചെയ്യുക. അതിനുശേഷം ആ ഒരു ഏരിയ ഇവാക്യുവേറ്റ് അല്ലെങ്കിൽ ഒഴിച്ചെടുക്കുകയും ചെയ്യുക. നെക്സ്റ്റ് പറഞ്ഞത് അബ്സോർബന്റ് മെറ്റീരിയൽസ്, അതായത് ശരിയായ ഡിസ്ഇൻഫെക്ടന്റ്. ഇവിടെ ശരിയായ ഡിസ്ഇൻഫെക്ടന്റ് കൊടുത്തിരിക്കുന്ന ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ആണ് അല്ലെ. അതിൽ 1% അവൈലബിൾ ക്ലോറിനും 80% എഥനോളും അടങ്ങിയിട്ടുള്ള ഒരു ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിൽ മുക്കിയെടുത്ത അബ്സോർബന്റ് മെറ്റീരിയൽ കൊണ്ടാണ് ആ പറയുന്ന വേസ്റ്റ് ലീക്കേജിനെ നമ്മൾ തുടച്ചു മാറ്റേണ്ടത്. ഇനി അതിനുശേഷം എന്ത് ചെയ്യണം, ഒരു 10 മുതൽ 30 മിനിറ്റ് വരെ ഡിസ്ഇൻഫെക്റ്റഡ് സൊല്യൂഷൻ ആ ഒരു ഏരിയയിൽ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ലീവ് ചെയ്ത് അല്ലെങ്കിൽ 10-15 മിനിറ്റ് നമ്മൾ അതൊന്ന് വിടുക. ആ സമയത്ത് നമ്മൾ വേറൊന്നും ചെയ്യരുത്, അവിടുത്തെ ആ ഒരു അണുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കൃത്യമായ മറ്റു രീതികളിലൂടെ പ്രോപ്പർ ആയിട്ട് അവിടെയൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റുക. ആ ഒരു ഏരിയ മാത്രം ക്ലീൻ ചെയ്താൽ പോരാ, മറിച്ച് അതിന് ചുറ്റുമുള്ള ഏരിയാസും കൂടി, നിയർബൈ ഏരിയാസും കൂടി ഡിസ്ഇൻഫെക്റ്റഡ് സൊല്യൂഷൻസ് ഉപയോഗിച്ച് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തുടച്ച് വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് പറഞ്ഞത് ഇങ്ങനെയുള്ള ഡിസ്ഇൻഫെക്റ്റിംഗ് സൊല്യൂഷൻ ഒഴിച്ചൊക്കെ നമ്മൾ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒത്തിരി പൊല്യൂട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് അവസാനം ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ യൂസ് ചെയ്ത ഒത്തിരി സാധനങ്ങൾ ഉണ്ടാവും. അതെല്ലാം കൃത്യമായിട്ട് ഉചിതമായ വേസ്റ്റ് കണ്ടെയ്നറിൽ നിക്ഷേപിച്ച് വേണം ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. ഇനി എന്താ പറഞ്ഞത്, ലാസ്റ്റ് പറഞ്ഞ ഒരു വലിയ രീതിയിലുള്ള ഇൻഫെക്ഷസ് മൈക്രോ ഓർഗാനിസംസ് മൂലം ഉണ്ടാകുന്ന ലീക്കേജ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, കെമിക്കൽ ഗ്യാസ് ആണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ജീവനക്കാർ ഉപയോഗിച്ചുകൊണ്ട് ഫോർമാൽഡിഹൈഡ് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഡീകണ്ടാമിനേഷൻ നടത്തേണ്ടത്. അതിനുശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ആ ഒരു ഏരിയ ഉപയോഗിക്കാൻ പാടുള്ളൂ. ലാസ്റ്റ് പറഞ്ഞത് റേസ് ഇൻസിഡന്റ് ഫോംസ്. ഇൻസിഡന്റ് ഫോംസ് എന്ത് ചെയ്യുക, കൃത്യമായ ജീവനക്കാരോട് നോട്ടിഫൈ ചെയ്തുകൊണ്ട് അവരോടൊന്ന് തയ്യാറാക്കാനായിട്ട് അവരെ അറിയിക്കുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. സ്പില്ലിംഗ് ലബോറട്ടറി ഏരിയ, വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ലാസ്റ്റ് വൺ ആണ് ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഫാർമസിയുമായി ബന്ധപ്പെട്ട് അല്ലെ. The steps to be taken for managing pharmaceutical spillage waste are. ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെങ്കിൽ ഫാർമസിയുമായി ബന്ധപ്പെട്ട സ്പില്ലേജ് മാനേജ്മെന്റ്, വേസ്റ്റിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്? നമുക്കറിയാവുന്ന കുറെ സ്റ്റെപ്പുകളൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആണല്ലോ അല്ലെ. സ്റ്റെപ്പുകളൊക്കെ ഫെമിലിയർ അല്ലേ? അതിൽ ചെറിയ വ്യത്യാസങ്ങളല്ലേ വരുന്നുള്ളൂ അല്ലെ.
നോക്കിയേ, ഫസ്റ്റ് വൺ ഏതാണ് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE ധരിക്കുക അല്ലെ. The personnel should use suitable PPE like gloves, goggles, respirators before going to the spill to prevent contact with the dangerous substances. ഇനി എവിടെ എന്താ PPE അല്ലെങ്കിൽ പേഴ്സണൽ ഷുഡ്, അവർക്ക് ജീവനക്കാര് എന്ത് ധരിക്കണം എന്നാ പറയുന്നത്? സ്യൂട്ടബിൾ ആയിട്ടുള്ള, അവർക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക. അതായത് ഗ്ലൗസ്, ഗൂഗിൾസ്, റെസ്പിറേറ്റേഴ്സ് ബിഫോർ ഗോയിങ് ടു ദ സ്പിൽ. ആ ഒരു സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് ഈ പറയുന്ന PPEs ധരിക്കണം. അതിലൂടെ പ്രിവെന്റ് കോണ്ടാക്ട് വിത്ത് ദ ഡേഞ്ചറസ് സബ്സ്റ്റൻസ്. ആ പറയുന്ന സ്പില്ലേജ് വേസ്റ്റുകളിലുള്ള ഡേഞ്ചറസ് സബ്സ്റ്റൻസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് തടയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള PPEs അത് കൈകാര്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ ധരിക്കണമെന്ന് പറയുന്നത്. രണ്ടാമത്, കോണ്ടാക്ട് കണ്ടെയ്ൻ ദ സ്പിൽ. Use absorbent material such as spill kits to contain the spill and prevent it from spreading. Put the material in a labeled hazardous bag of container for disposal. ഇനി എന്താ പറഞ്ഞത്? കണ്ടെയ്നർ സ്പിൽ എന്താ പറയുന്നത്? യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽ അല്ലെ, അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉപയോഗിക്കുക. അപ്പൊ അതിനു വേണ്ടി അതിൻ്റെതായ സ്പിൽ കിറ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിലുള്ള അബ്സോർബന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് ആ സ്പില്ലേജ് അല്ലെങ്കിൽ ആ ഒരു ലീക്കേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? തുടച്ചെടുക്കാൻ പറ്റണം. ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്, സ്പ്രെഡ് ആവുന്നതിനെ പടരുന്നതിനെ തടയാനും സാധിക്കണം. ആൻഡ് പുട്ട് ദ മെറ്റീരിയൽ, ഈ പറയുന്ന അബ്സോർബന്റ് മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ എന്തിലാണ് നിക്ഷേപിക്കേണ്ടത്? പിന്നെ ലേബൽഡ് hazardous bag of container for disposal. ഡിസ്പോസലിന് വേണ്ടി വെച്ചിരിക്കുന്ന കണ്ടെയ്നർ, എന്ത് ലേബൽ ചെയ്ത കണ്ടെയ്നറാ? ഹസാർഡസ് ബാഗ്, ഹസാർഡസ് വേസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന കണ്ടെയ്നറിൽ നിക്ഷേപിച്ചു കൊണ്ടായിരിക്കണം ഇത് ഡിസ്പോസലിന് വേണ്ടി അയക്കേണ്ടത്. മൂന്നാമത് പറയുന്നത് ക്ലീൻ അപ്പ് ദ സ്പില്ല്. ആ സ്പില്ലേജ് എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം അല്ലെ. Our area, abide by the manufacturer's directives for the correct use of absorbent materials to clean up the spiller. ഇനി ആ ഒരു ഏരിയ നമ്മൾ തുടച്ചിട്ടുള്ള ഒന്നുകൂടി ക്ലീൻ ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിലെ നിർമ്മാതാവിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ അവയുടെ നമ്മൾ പാലിച്ചുകൊണ്ടായിരിക്കണം അവിടെ ആ ഒരു അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിക്കാനും ആ ഒരു സ്പില്ലേജ് നടന്ന ഏരിയ വൃത്തിയാക്കാനും വേണം. Be cautious not to spread the pharmaceutical drug cleanup. ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സോ കാര്യങ്ങളോ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റുള്ള ഇടങ്ങളിലേക്ക്, ഇതുമായി ബന്ധപ്പെട്ട സ്പില്ലേജ് വേസ്റ്റുകൾ മറ്റുള്ള ഇടങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്നതിനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തുടയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് മറ്റുള്ള ഇടങ്ങളിലേക്ക് സ്പ്രെഡ് ആയി പോവാതിരിക്കാനായിട്ട് എപ്പോഴും നല്ല ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. Then dispose of waste. ഇനി എന്ത് ചെയ്യുന്നു? All materials that come into contact with the pharmaceutical should be discarded as hazardous waste in labeled bags or containers. ഇനി എന്ത് ചെയ്യുന്നു? എല്ലാ മെറ്റീരിയൽസും, ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്കാർഡ് ചെയ്യണം അല്ലെങ്കിൽ നിർജീവമാക്കണമെങ്കിൽ ഹസാർഡസ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ബാഗ്സിലോ കണ്ടെയ്നേഴ്സിലോ നിക്ഷേപിച്ച് അതിവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഫോളോ ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ regulations for the disposal of hazardous waste. ഇങ്ങനെയുള്ള ഹസാർഡസ് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം, അതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത് എന്നത് കൃത്യമായി ലോക്കൽ, സ്റ്റേറ്റ്, ഫെഡറൽ നിയമങ്ങളും നിയന്ത്രണങ്ങൾക്കും അനുസൃതമായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ലാസ്റ്റ് വരുന്നത് റിപ്പോർട്ട് ദ സ്പില്ലർ. ഇനി എന്താണ് റിപ്പോർട്ട് ദ സ്പില്ലിൽ പറയുന്നത്? സ്പില്ലിന് ഒരു പ്രാവശ്യം മതി കേട്ടോ, രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് ദ സ്പിൽസ്. സ്പിൽസ് ഷുഡ് ബി ഇന്റിമേറ്റഡ് ടു ദ കൺസേൺ പേഴ്സണൽ ഫോർ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. അത് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു സ്പില്ലേജ് വേസ്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ബന്ധപ്പെട്ട ജീവനക്കാരോട് അറിയിക്കുകയും അവരത് കൃത്യമായി പരിശോധനകൾ നടത്തി ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ രേഖപ്പെടുത്തൽ നടത്തേണ്ടതുമാണ്. ഏതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്? ലാസ്റ്റ് വൺ ആയിരുന്നു കേട്ടോ. ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ്
മാനേജ്മെന്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ ഉൾപ്പെടുന്ന സ്റ്റെപ്പുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞ PPE ധരിക്കുക. രണ്ടാമത് പറഞ്ഞത് എന്താ, കൃത്യമായ എന്താണ് സ്പില്ലേജ് കിറ്റുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. അതിലുള്ള അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് സ്പില്ലേജുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തുടച്ചെടുക്കുക. അത് മറ്റുള്ളിടങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്നതിനെ അതിലൂടെ തടയുകയും ചെയ്യുക. മൂന്നാമത് പറഞ്ഞത് കൃത്യമായ മാനുഫാക്ചേഴ്സിന്റെ ഡയറക്റ്റീവ്സ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കണം ഓരോ പ്രൊഡക്ട്സും ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അവിടെ എന്താണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് യാതൊരു കാരണവശാലും ഈ സ്പില്ലേജ് മറ്റുള്ള ഇടങ്ങളിലേക്ക് പടർന്നു പോവാതെ അല്ലെങ്കിൽ പരക്കാതെ ശ്രദ്ധിക്കുക. ദെൻ ഇതുമായി ബന്ധപ്പെട്ട ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ മെറ്റീരിയൽസും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഹസാർഡസ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നറിൽ നിക്ഷേപിക്കുകയും അതിനുശേഷമായിരിക്കണം ഡിസ്പോസലിനെ കൊണ്ടുപോകേണ്ടത്. ദെൻ അവിടെ ഇത് ഡിസ്പോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നിയന്ത്രണങ്ങളും നിയമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം അത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ലാസ്റ്റ് പറഞ്ഞ എന്താണ്, ബന്ധപ്പെട്ട ജീവനക്കാരോട് ഇങ്ങനെയുള്ള ഒരു സ്പില്ലേജ് വേസ്റ്റ് നടന്നിട്ടുണ്ടെന്ന് അറിയിക്കുകയും അവരത് കൃത്യമായ പരിശോധനകൾ നടത്തി ഡോക്യുമെന്റ് ചെയ്യുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. വായിച്ചു കഴിയുകയാണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോവാലോ. നമ്മുടെ ഈ ഒരു 7 എണ്ണം നമ്മൾ കഴിഞ്ഞു. 7 ടൈപ്പുള്ള സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് ഭാഗമാണ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഒരു സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന് ഒരു ഹോസ്പിറ്റലില് എങ്ങനെയുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻസുമാണ് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത് കേട്ടോ. ഹിയർ ആർ സം ഇമ്പോർട്ടന്റ് aspects of training and education for spillage waste management in hospital. ഒരു സ്പില്ലേജ് വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിലെ ജീവനക്കാര് കൃത്യമായിട്ട് അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അവർക്ക് അതിനുള്ള അറിവും ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കണം അല്ലെ. എന്നാൽ മാത്രമല്ലേ ശരിയായ രീതിയിൽ അവർക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ആ ഹോസ്പിറ്റലില് എന്തൊക്കെ ട്രെയിനിങ്ങുകളും എഡ്യൂക്കേഷൻസുമാണ് ഒരു സ്പില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി ആ ഹോസ്പിറ്റലില് ജീവനക്കാർക്ക് നൽകേണ്ടത്. അതാണ് ഈ പറയുന്നത് കേട്ടോ. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. അതായത് ഇപ്പൊ നമ്മളൊരു 7 തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് പഠിച്ചില്ലേ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത് പഠിച്ചോ? എന്താണ് റിപ്ലൈ ചെയ്യാതെ? പഠിച്ചു അല്ലെ. അപ്പൊ 7 എണ്ണത്തിലും കുറച്ച് വ്യത്യാസങ്ങളില്ല. എല്ലാം ഒരുപോലെയാണ് നമ്മൾ അത് മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാ സ്പില്ലേജ് വേസ്റ്റും ഒരേപോലെയാണ് നമ്മളത് കൈകാര്യം ചെയ്യേണ്ടത് ആണോ? അല്ല അല്ലെ, വ്യത്യാസമുണ്ട് അല്ലെ. സ്റ്റെപ്പുകളൊക്കെ സെയിം ആണെങ്കിലും അവിടെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ സ്പില്ലേജ് വേസ്റ്റും എങ്ങനെയാണ്, അത് ഇന്നതാണ്, ഇന്ന സ്പില്ലേജ് വേസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കിയാലല്ലേ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ, പ്രൊസീജിയേഴ്സ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെയും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഏത് തരത്തിലുള്ള ഒരു സ്പില്ലേജ് വേസ്റ്റ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് കണ്ടെത്തണം.
അല്ലെ? ആദ്യം ഐഡന്റിഫൈ ചെയ്യാം, തിരിച്ചറിയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നോക്കിയേ, പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു ദ ഹെൽത്ത് വർക്കേഴ്സ് to identify various types of spillage waste and the related risks and danger. ഇനി എന്താണ്, ഏത് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് അവിടുത്തെ ജീവനക്കാർക്ക് കണ്ടെത്താൻ സാധിക്കണം, അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് അവിടെയുള്ള ഹെൽത്ത് വർക്കേഴ്സിന് പലതരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ ഉണ്ട്. അവ എങ്ങനെയാണ്, അതിന്റെ അപകട സാധ്യത എത്രത്തോളമാണ്, എത്രത്തോളം അപകടം അതുവഴി നമുക്ക് ഉണ്ടാകും എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അല്ലെ? എന്നാൽ മാത്രമല്ലേ ഏത് തരത്തിലും ഒരു സ്പില്ലേജ് വേസ്റ്റ് നടന്നു, ചിലപ്പോൾ അതൊരു കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലബോറട്ടറിയുമായി ബന്ധപ്പെട്ടായിരിക്കും. അത് ഏത് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണെന്ന് ഇവർക്ക് കണ്ടെത്താൻ സാധിക്കണം. അതിന്റെ അപകട സാധ്യത ഇവർക്ക് മനസ്സിലാവണം. അത് എത്രത്തോളം അപകടകാരിയായിട്ടുള്ള ഒരു സ്പില്ലേജ് വേസ്റ്റ് ആണ് വന്നിരിക്കുന്നത്, എത്രത്തോളം ഡീപ്പായിട്ടാണ്, മൈനർ ആണോ മേജർ ആണോ മുതലായ കാര്യങ്ങള് ഇവിടെയുള്ള ഹെൽത്ത് വർക്കേഴ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ എന്താണെന്ന് കണ്ടെത്താനായിട്ട് അവർക്ക് സാധിക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകളും എഡ്യൂക്കേഷൻസും അവർക്ക് നൽകണം. ക്ലിയർ അല്ലേ? ഫസ്റ്റ് വൺ ക്ലിയർ ആണല്ലോ? ഇനി പറയണോ അത്? വേണ്ടല്ലോ. രണ്ടാമത്തത് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് മുതലായിട്ടുള്ള പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു ദ ഹെൽത്ത് വർക്കേഴ്സ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഇനി ഓരോ തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകളും വിവിധ രീതിയിലാണ് നമ്മളത് പ്രൊസീജിയേഴ്സിലൂടെയാണ് നമ്മളത് കൈകാര്യം ചെയ്യുക, അല്ലെ? എല്ലാത്തിനും ഒരേ മെത്തേഡ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിയായ ട്രെയിനിങ് ഇവർക്ക് അതിലും നൽകണം, അല്ലെ? ഷുഡ് ബി ഗിവൺ ടു ദ ഹെൽത്ത് വർക്കേഴ്സ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. അപ്പൊ ഓരോ തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകളും എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ അത് ഡിസ്പോസ് ചെയ്യണം മുതലായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ട്രെയിനിങ് ഇവർക്ക് നൽകിയിരിക്കണം. ആൻഡ് ദിസ് കൺസിസ്റ്റ് ഓഫ് ദ യൂസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, കണ്ടെയ്ൻമെന്റ് ഓഫ് ദ സ്പിൽ ആൻഡ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചുള്ള ട്രെയിനിങ്ങുകൾ കൂടി കൊടുക്കുന്നുണ്ട്. PPE ധരിക്കൽ, എങ്ങനെ കൃത്യമായിട്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ യൂസ് ചെയ്യാം. അപ്പൊ ഓരോ സ്പില്ലേജ് വേസ്റ്റ് അനുസരിച്ച് നമ്മൾ പറഞ്ഞിരുന്നു PPE ധരിക്കുന്നതിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും, അല്ലെ? അതിനനുസരിച്ചുള്ള PPEs ആണ് നമ്മൾ, എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ ധരിക്കേണ്ടത്. അപ്പൊ അതെങ്ങനെയായിരിക്കണം ധരിക്കേണ്ടത്, അതുപോലെ എങ്ങനെ ആ സ്പില്ലേജ് അബ്സോർബന്റ് പാഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണോ, എങ്ങനെയാണ് ആ ഒരു സ്പില്ലേജ് ഉടനെ നമുക്ക് അവിടെ നിന്ന് നിൽക്കാൻ പറ്റുന്നത്, അതുപോലെ പ്രോപ്പർ ആയിട്ട് ഈ വേസ്റ്റ് ഒക്കെ എങ്ങനെ ഡിസ്പോസ് ചെയ്യാം, നിർമ്മാർജ്ജനം ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായ ട്രെയിനിങ്ങുകളിലൂടെ അവിടുത്തെ ഹെൽത്ത് വർക്കേഴ്സിന് പറഞ്ഞു കൊടുത്തിരിക്കണം. മൂന്നാമത് റെസ്പോൺസ് പ്ലാൻ. ഇതിലെന്താ പറയുന്നത്? The hospital must maintain a response plan in place for spillage incidents. ഇങ്ങനെ ഒരു സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം ആ ഹോസ്പിറ്റലിൽ നടന്നാൽ അതിനു വേണ്ടിയിട്ട് ആ സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള റെസ്പോൺസ് പ്ലാൻ, പ്രതികരണ പ്ലാൻ അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന കാര്യം എന്ത് ചെയ്യണം? ആ ഹെൽത്ത് വർക്കേഴ്സ് ആണ് ചെയ്യേണ്ടത്. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഷുഡ് ബി ഗിവൺ ട്രെയിനിങ് ഇൻ ദ സ്റ്റെപ്സ് ഓഫ് റെസ്പോൺസ് പ്ലാൻ. ഇനി ഒരു സ്പില്ലേജ് നടന്നാൽ അതിനെതിരെ എങ്ങനെ പ്രവർത്തിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം, അതിനു വേണ്ടിയുള്ള കൃത്യമായ ട്രെയിനിങ് ഈ ഹെൽത്ത് വർക്കേഴ്സിന് കൊടുക്കണം. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ് ഹൂ ടു കോണ്ടാക്ട്. ഇപ്പൊ ഒരു സ്പില്ലേജ് നടന്നു, ആദ്യം നമ്മൾ ആരെ കോണ്ടാക്ട് ചെയ്യണം, അല്ലെ? ബന്ധപ്പെട്ട സേഫ്റ്റി ഓഫീസേഴ്സിനെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടത്, അല്ലെ? ആണോ? ആദ്യം ആരെ കോണ്ടാക്ട് ചെയ്യണം, അത് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സ്പില്ലേജ് വേസ്റ്റ് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്, അല്ലെ? ഉടനടി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഹെൽത്ത് വർക്കേഴ്സിന് അതിനുള്ള അറിവുണ്ടായിരിക്കണം. ആരെ കോണ്ടാക്ട് ചെയ്യണം, ഹൗ ടു കണ്ടെയ്ൻ ദ സ്പിൽ, എങ്ങനെ നമുക്ക് എന്ത് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ സ്പില്ലേജ് നമുക്ക് അവിടെ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കും. ആൻഡ് ഹൗ ടു ക്ലിയർ ആൻഡ് ഡിസ്കാർഡ് വേസ്റ്റ്, എങ്ങനെ നമുക്ക് അവിടെ ക്ലീൻ ചെയ്യാൻ സാധിക്കും, എങ്ങനെ നമുക്ക് ഈ വേസ്റ്റ് ഡിസ്കാർഡ് ചെയ്യണം, നിർമ്മാർജ്ജനം ചെയ്യേണ്ടതായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളെ കുറിച്ചുള്ള
കുറിച്ചുള്ള ഒരു റെസ്പോൺസ് പ്ലാൻ. ഒരു സ്പില്ലേജ് വന്നാൽ ഉടനടി അതെങ്ങനെ നമുക്ക് അതിനുള്ള പരിഹാരങ്ങൾ, പ്രതികരണങ്ങൾ നടത്താം, ആരെ ആദ്യം അറിയിക്കാം, എങ്ങനെ ആ സ്പില്ല് നമുക്ക് ഒഴിവാക്കാൻ നമ്മൾ പറ്റുമെന്ന്, എങ്ങനെ അവിടെ കൃത്യമായിട്ട് ക്ലിയർ ചെയ്തിടാൻ പറ്റും, എങ്ങനെ നമുക്ക് വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യണം മുതലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ട്രെയിനിങ്ങുകള് അവിടുത്തെ ജീവനക്കാർക്ക് കൊടുത്തിരിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എന്ന് പറയുന്ന കാര്യം. കമ്മ്യൂണിക്കേഷൻ ഈസ് നെസസറി ഫോർ സക്സസ്ഫുൾ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഒരു വിജയകരമായ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എന്ന് പറയുന്നത്. The proper training should be given to health workers to communicate effectively with each other and with other departments like environmental services to make sure that spillage waste is properly handled and discarded. ഇനി എന്താ ലാസ്റ്റ് പറയുന്നത്? ഒരു ശരിയായ ട്രെയിനിങ് ആർക്ക് കൊടുക്കണം? ഹെൽത്ത് വർക്കേഴ്സിന് കൊടുക്കണം. ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി, അതായത് ഇപ്പൊ ഒരു സ്പില്ലേജ് വേസ്റ്റ് വന്നു, അത് ആരോടും പറയാണ്ടിരിക്കുകയല്ല ചെയ്യുന്നത് അല്ലെ, ബന്ധപ്പെട്ട അധികാരികളോട് എങ്ങനെ അത് നല്ല ആശയവിനിമയത്തിലൂടെ അവരെ അത് അറിയിക്കാം അല്ലെ, വളരെ ഫലപ്രദമായ രീതിയിൽ അത് അവരെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലെയോ അല്ലെങ്കിൽ മറ്റു ജീവനക്കാരെയോ അത് അറിയിക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇവർക്ക് വളർത്തിയെടുക്കണം. ലൈക്ക് എൻവയോൺമെന്റൽ സർവീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെ അത് അറിയിക്കാനായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം അവർ തമ്മിൽ ഉണ്ടായിരിക്കണം. ടു മേക്ക് ഷുവർ ദിസ് സ്പില്ലേജ് വേസ്റ്റ് ഈസ് പ്രോപ്പർലി, അതുപോലെ തന്നെ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് അവിടെ ആ ഒരു സ്പില്ലേജ് വേസ്റ്റ് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തു, നിർമ്മാർജ്ജനം ചെയ്തു എന്ന് ഉറപ്പുവരുത്തുകയും വേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് റെക്കോർഡ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനഫ് ട്രെയിനിങ്, പിന്നെ റെക്കോർഡ് കീപ്പ് ചെയ്യണമെങ്കിലും അതിനാവശ്യമായ ട്രെയിനിങ്ങുകൾ അവർക്ക് കൊടുക്കണം അല്ലെ. ദാറ്റ് ഗിവൺ ടു ഹെൽത്ത് വർക്കേഴ്സ് ഇൻ റെക്കോർഡ് കീപ്പിംഗ് പ്രൊസീജിയർ ഫോർ സ്പില്ലേജ് വേസ്റ്റ്. Then this consists of documentation of the spill, the kind of the waste, the handling and disposal procedures used, and any follow-up actions taken. ഇനി എന്താ ഈ ഒരു ഡോക്യുമെന്റേഷൻ ചെയ്യുന്ന സമയത്ത് ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണ് അവിടെ നടന്നിരിക്കുന്നത്, എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്തത്, എങ്ങനെയാണ് ആ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സിൽ ഏത് രീതിയിലുള്ള പ്രൊസീജിയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ഫോളോ അപ്പ് ആക്ഷൻസ് ആണ് നമ്മൾ അവിടെ നടത്തിയത് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവിടെ റെക്കോർഡായിട്ട് രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വരുന്നതാണ് ഓൺഗോയിങ് എഡ്യൂക്കേഷൻ. അതായത് ദ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് കണ്ടെയ്നിങ് ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് മോഡേണൈസ്ഡ് ടു റിഫ്ലക്ട് ചേഞ്ചസ് ഇൻ പ്രൊസീജിയേഴ്സ്, റെഗുലേഷൻസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. ഇവിടെ ഒരു ഓൺഗോയിങ് എഡ്യൂക്കേഷൻ, ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ഒരു ട്രെയിനിങ് കൊടുത്തു, ആ ഒരു ട്രെയിനിങ് കൊണ്ട് അവിടെ നിർത്താൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങുകൾ തുടർച്ചയായിട്ട് നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. എന്തിനു വേണ്ടിയാണ് നമ്മൾ തുടർച്ചയായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയാകാം? മോഡേണൈസ്ഡ് ടു റിഫ്ലക്ട് ചേഞ്ചസ് ഇൻ പ്രൊസീജിയേഴ്സ് അല്ലെ. കാലം കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ അവിടെ വരുന്ന എന്താണ് പ്രൊസീജിയേഴ്സില്, റെഗുലേഷൻസില്, പ്രാക്ടീസിലൊക്കെ വ്യത്യാസങ്ങൾ വരാം അല്ലെ. എപ്പോഴും നമ്മൾ ഒരേ പ്രൊസീജിയർ ആയിരിക്കുമോ യൂസ് ചെയ്യുക? വ്യത്യാസങ്ങൾ വരാറില്ലേ? കാലം കഴിയുന്നതിനനുസരിച്ച് പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നതിനനുസരിച്ചൊക്കെ വ്യത്യാസങ്ങൾ വരും അല്ലെ. അപ്പൊ മുൻപുള്ള തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്യാതെ പുതിയതായിട്ട് കുറച്ചുകൂടി ആധുനിക രീതിയിലുള്ള പ്രൊസീജിയേഴ്സും റെഗുലേഷൻസും ബെസ്റ്റ് പ്രാക്ടീസ് നല്ല രീതികളൊക്കെ ഫോളോ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി പറയുന്ന ട്രെയിനിങ്ങുകൾ കാര്യങ്ങള് എല്ലാ ജീവനക്കാർക്കും കൊടുത്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? വേഗം ഒന്ന് വായിച്ചു നോക്കി, അത്രയും ഭാഗം വേഗം ഒന്ന് വായിച്ചു നോക്കി. മിസ് ഒന്നുകൂടി പറയാം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നമുക്കൊന്നുകൂടി പറയാം. ഓക്കെ, ജസ്റ്റ് വേഗം ഒന്ന് പറയാം കേട്ടോ മിസ്. ഇത് അറിയാ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. നമ്മളെ ഒരു ഹോസ്പിറ്റലില് നല്ല രീതിയിലുള്ള സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് നടത്തുന്നതിന് വേണ്ടി ആവശ്യമായ ട്രെയിനിങ്ങുകളും എഡ്യൂക്കേഷൻസും ഒക്കെ കൊടുക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് എങ്ങനെ ഒരു സ്പില്ലേജ് വേസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാം, കണ്ടെത്താം. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളും അപകടങ്ങളും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുക, അതിനെക്കുറിച്ച് ആ ഒരു സ്പില്ലേജ് വേസ്റ്റ് അവിടെ വന്നാൽ അത് ഏത് ടൈപ്പ് സ്പില്ലേജ് വേസ്റ്റ് ആണെന്ന് കണ്ടെത്താനുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻസും ആണ് ആദ്യം കൊടുക്കേണ്ടത്. രണ്ടാമത്തത് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. ഈ വരുന്ന സ്പില്ലേജ് വേസ്റ്റുകൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനും അതിനനുസരിച്ചുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, എങ്ങനെയാ ഒരു സ്പില്ലേജ് നമുക്ക് ഒഴിവാക്കാനുള്ള കാര്യങ്ങള്, അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതെങ്ങനെ നന്നായി കൈകാര്യം ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം എന്നുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയറിനെ കുറിച്ചും ട്രെയിനിങ്ങുകളും എഡ്യൂക്കേഷൻസും അവിടെയുള്ള ഹെൽത്ത് വർക്കേഴ്സിന് കൊടുക്കണം. മൂന്നാമത് പറഞ്ഞത് റെസ്പോൺസ് പ്ലാൻ. അപ്പൊ ഇങ്ങനെ ഒരു സ്പില്ലേജ് വേസ്റ്റ് അവിടെ നടന്നു അല്ലെങ്കിൽ ആ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം, അവർക്ക് മനസ്സിലാക്കണം, ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം. അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്ത് പ്രതികരണം, ആ ഒരു ഹെൽത്ത് വർക്കർ എന്ത് പ്രതികരണമാണ് അവരോട് ചെയ്യേണ്ടത്, ആരെയാണ് ആദ്യം അറിയിക്കേണ്ടത്, ഇനി എങ്ങനെ നമുക്ക് ആ ഒരു സ്പില്ലേജിനെ അവിടെ ഒഴിവാക്കാൻ പറ്റും, എന്തൊക്കെ രീതിയിൽ നമുക്ക് അവിടെ ക്ലീൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എങ്ങനെ അത് പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും മുതലായ കാര്യങ്ങളെ കുറിച്ചുള്ള എഡ്യൂക്കേഷനും ട്രെയിനിങ്ങുമാണ് റെസ്പോൺസ് പ്ലാൻ വഴി കൊടുക്കുന്നത്. നാലാമത്തത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം അല്ലെ, ആശയവിനിമയം, നല്ല രീതിയിലുള്ള ആശയവിനിമയത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക. എന്തിനു വേണ്ടിയാ? ഒരു സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആ ഒരു ഹെൽത്ത് വർക്കേഴ്സിന് ശരിയായ രീതിയിൽ ഫലപ്രദമായ ആശയവിനിമയം നടത്തണം. അത് മറ്റുള്ള പെട്ടെന്ന് സ്പില്ലേജ് വേസ്റ്റ് വന്നാല് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളോടോ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സർവീസ് മുതലായ ഏജൻസികളോടോ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, അത് കമ്മ്യൂണിക്കേഷനിലൂടെ അറിയിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യുകയും ചെയ്യും. അപ്പൊ അതിനു വേണ്ടി നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള എന്താണ് ട്രെയിനിങ് കൊടുക്കണം. നെക്സ്റ്റ് വരുന്നത് റെക്കോർഡ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൃത്യമായ ട്രെയിനിങ്ങുകൾ റെക്കോർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ റെക്കോർഡാണ് കീപ്പ് ചെയ്യുന്നത്, ഒരു സ്പില്ലേജ് വേസ്റ്റ് വന്നാല് അതുമായി ബന്ധപ്പെട്ട ഏത് സ്പില്ലേജ് ആണ് അവിടെ നടന്നിരിക്കുന്നത്, ഏത് തരത്തിലുള്ളതാണ്, എങ്ങനെ നമുക്കത് കൈകാര്യം ചെയ്യാൻ സാധിച്ചു, എന്തൊക്കെ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്, ഇനി എന്തെങ്കിലും ഫോളോ അപ്പ് ആക്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ടോ മുതലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാ രേഖകളും കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കണം. ലാസ്റ്റ് പറയുന്നത് ഓൺഗോയിങ് ആക്ടിവിറ്റി എഡ്യൂക്കേഷൻ ആണ് അല്ലെ. അപ്പൊ അവിടെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയേഴ്സിൽ ചിലപ്പോൾ പലതരത്തിലുള്ള മോഡിഫിക്കേഷൻസ് എന്താണ് പ്രൊസീജിയേഴ്സിലാവാം, നിയന്ത്രണത്തിലാവാം, പ്രാക്ടീസ് ചെയ്യുന്ന രീതികളിലാവാം പലതരത്തിലുള്ള മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ആധുനികത കടന്നു വന്നേക്കാം. അതിനനുസരിച്ചുള്ള ടെക്നിക്കുകൾ നമ്മൾ ചെയ്തുകാൻ വേണ്ടിയിട്ട് തുടർച്ചയായ രീതിയിലുള്ള പരിശീലനങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതാണ് ഓൺഗോയിങ് എഡ്യൂക്കേഷൻ. ക്ലിയർ ആണോ? ആ ഒരു പോയിന്റ്സ് ഒക്കെ ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. എന്നാലും മിസ്സിന് മനസ്സിലാവണോ? നിങ്ങൾക്ക് മനസ്സിലായി, കിട്ടിയിട്ടുണ്ട് നോക്കണം. അടുത്ത ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. The effective training and education for spillage waste management
will minimize the risk and hazards related with spillage waste in hospital and make sure the safety of healthcare workers, patients and the environment. ഇനി എന്താ പറയുന്നത്, ഒരു ഫലപ്രദമായ നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻസും ഒക്കെ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഹെൽത്ത് വർക്കേഴ്സിന് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെ ഹസാർഡ്സ് റിലേറ്റ് എന്താണ് ആ ഒരു സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട റിസ്കുകൾ, അപകട സാധ്യതയും ദെൻ ഹസാർഡ്സ് മറ്റ് അപകടങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. ദെൻ ആൻഡ് മേക്ക് ഷുവർ ദ സേഫ്റ്റി ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്, പേഷ്യൻസ് ആൻഡ് ദ എൻവയോൺമെന്റ്. അത് കൂടാതെ അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ സുരക്ഷ, അതുപോലെ പേഷ്യൻസിന്റെ ആയിക്കോട്ടെ എൻവയോൺമെന്റ് അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ ഒക്കെ ആ ഒരു സുരക്ഷയും കൂടി നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അപ്പൊ നല്ലൊരു സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങോ എഡ്യൂക്കേഷൻസോ ഒക്കെ കൊടുക്കുന്നത് വഴി നമുക്ക് ആ ഒരു ഓരോ സ്പില്ലേജ് വേസ്റ്റിന്റെയും അപകട സാധ്യതയും ഹസാർഡ്സ് അല്ലെങ്കിൽ അപകടങ്ങളും കുറയ്ക്കാൻ പറ്റും. അതുകൂടാതെ അവിടുത്തെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെയും പേഷ്യൻസിന്റെയും എൻവയോൺമെന്റിന്റെയും സുരക്ഷയും ഉറപ്പുവരുത്താൻ സാധിക്കും. Then next നമ്മൾ പറയാൻ പോകുന്നത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈന്റ്സ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഒരു സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ആ ഹോസ്പിറ്റല് പാലിക്കേണ്ടതായിട്ടുള്ള നിയന്ത്രണ ചട്ടക്കൂടുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ് ഈസ് ബേസ്ഡ് ഓൺ എ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഒരു നിയന്ത്രണ ചട്ടക്കൂട് പ്രകാരമാണ് അവിടെ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഹോസ്പിറ്റലിൽ നടക്കുന്നത്. കൃത്യമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കണം ഇതിന്റെ മാനേജ്മെന്റ് നടത്തേണ്ടത്. അതിനനുസരിച്ച് എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഉള്ളത്? വിച്ച് എയിംസ് ടു എൻഷുവർ കംപ്ലൈൻസ് വിത്ത് എൻവയോൺമെന്റൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് ഗൈഡ്ലൈൻസ്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കുകയാണ് ഇതിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്? ടു എൻഷുവർ കംപ്ലൈൻസ് പാലിക്കുക കേട്ടാ. വിത്ത് എൻവയോൺമെന്റൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് ഗൈഡൻസ്. എന്താണ് എൻവയോൺമെന്റുമായി പരിസ്ഥിതികളും അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് പൊതുജന ആരോഗ്യ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും പ്രകാരം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ശരിയായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ പാലിക്കുക എന്നതാണ് ഈ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്കിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. Then here are some important features, aspects of the regulatory framework and complaints for spillage waste management. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്സ് അല്ലെങ്കിൽ എന്താണ് നിയന്ത്രണ ചട്ടക്കൂടുകളുണ്ട്. എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് പാലിച്ചാലാണ് നമുക്ക് കൃത്യമായിട്ട് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുന്നത് എന്നതാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ്. ദെൻ സെക്കൻഡ് വൺ ആണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഗൈഡൻസ്. തേർഡ് വൺ ആണ് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ്. ഫോർത്ത് വൺ ആണ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ഫിഫ്ത് വൺ ആണ് റെക്കോർഡ് കീപ്പിംഗ്. ആൻഡ് സിക്സ്ത് വൺ ആണ് ഇൻസ്പെക്ഷൻസ്. ആൻഡ് സെവൻത് വൺ ആണ് പെനാൽറ്റീസ് ഫോർ നോൺ കംപ്ലൈൻസ്. അപ്പൊ നമ്മൾക്ക് ആദ്യം ഒന്ന് രണ്ടെണ്ണം വീതം നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ആണ് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ്. എന്തായിരിക്കാം ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് പറഞ്ഞാല്? എന്താവാം? ബയോമെഡിക്കൽ വേസ്റ്റ് ഒക്കെ പഠിച്ചോ? അപ്പൊ പറഞ്ഞായിരുന്നോ ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് ഒക്കെ? ലോക്കൽ, സ്റ്റേറ്റ്, ഫെഡറൽ റെഗുലേഷൻസ് ഒക്കെ എന്താണുള്ളത് അറിയോ? ഗവൺമെന്റിന്റെ റൂള് അല്ലെ? ഒത്തിരി നിയമങ്ങള് കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടില് ഉണ്ട് അല്ലെ? എന്തിനു വേണ്ടിയായ നിയമങ്ങളൊക്കെ ഉള്ളത്? കൃത്യമായ വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ? സോളിഡ് വേസ്റ്റ് ആണെങ്കിലും നമ്മുടെ ആരോഗ്യത്തെയും അതെ പഞ്ചായത്ത് വൈസ് ഒക്കെ ഒത്തിരി ഉണ്ട് അല്ലെ? ഒത്തിരി നിയമങ്ങളുണ്ട്. അപ്പൊ ആ നിയമങ്ങൾക്കനുസൃതമായിട്ടായിരിക്കണം ഇവിടെ ഈ നിയന്ത്രണങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പൊ ആ നിയമങ്ങൾ അല്ലെങ്കിൽ പറയുന്ന നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം അവിടെ ഓരോ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സും നടത്തേണ്ടത്. അപ്പൊ അവിടെ ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ, ഹോസ്പിറ്റൽസ് ആർ സബ്ജക്ട് ടു ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് governing the management and disposal of dangerous waste that includes spillage waste. Example, consist of the Resource and Health Administration, Resource Conservation and Recovery Act,
RCRA. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം കേട്ടോ. RCRA എന്താണ്? റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. ഓക്കെ, അടുത്തതാണ് ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, OSHA, OSHA, ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഈ രണ്ടെണ്ണം ബ്ലഡ് ബോൺ പാത്തോജൻ സ്റ്റാൻഡേർഡ്സ്. ഈ പറയുന്ന രണ്ട് സ്റ്റാൻഡേർഡ്സ് പോലെയുള്ള മറ്റ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മറ്റ് ആക്ടുകൾ, അപ്പൊ അങ്ങനെയുള്ള ആക്ട്, ഇപ്പൊ ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻ, ഈ പറയുന്ന RCRAയും OSHL, OSHA എന്ന് പറയുന്ന ആക്ട് ഒക്കെ നമ്മുടെ US ബേസ്ഡ് ആയിട്ടുള്ള ഫെഡറൽ ആക്ടുകളാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഇന്റർനാഷണൽ ആക്ടുകൾ ഉണ്ട്. അതുപോലെ നമ്മുടെ സ്റ്റേറ്റില് അല്ലെ, നമ്മുടെ സ്റ്റേറ്റ് പാലിക്കേണ്ട കുറെ നിയമങ്ങളുണ്ട് അല്ലെ. നമ്മൾ ഓരോ സ്റ്റേറ്റും അവർ കൊണ്ടുവന്നിരിക്കുന്ന കുറെ നിയമങ്ങളില്ലേ. അപ്പൊ അങ്ങനെയുള്ള ആക്ടുകൾ മുതലായ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടായിരിക്കണം ഈ പറയുന്ന ഡേഞ്ചറസ് വേസ്റ്റുകൾ അല്ലെങ്കിൽ സ്പില്ലേജ് വേസ്റ്റുകളുടെ ഡിസ്പോസലും മാനേജ്മെന്റും ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് ആ ഡിസ്പോസലും കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാല് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. അതിൽ RCRAയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കുക, OSHA അല്ലെങ്കിൽ OSHAയുടെ ഫുൾ ഫോമും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ RCRA ആണെങ്കിലും OSHA ആണെങ്കിലും പ്രധാനമായിട്ടും നമ്മുടെ ഡിസ്പോസൽ, വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് അല്ലെ, അതുമായി വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട US ബേസ്ഡ് ആയിട്ടുള്ള രണ്ട് ആക്ടുകളാണ്, നിയമങ്ങളാണ് കേട്ടോ. അപ്പൊ അവിടെ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ പ്രധാനമായിട്ടും അവർ ഏം ചെയ്യേണ്ടത് നമ്മുടെ ആരോഗ്യം, പേഴ്സൺ ഓരോ ഹ്യൂമൻസിന്റെയും ആരോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റും ഒക്കെ പൊല്യൂഷൻ ഫ്രീ ആയിട്ട് നിലനിർത്തുന്നതിന് ആവശ്യമായ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും ഇവിടെ ചെയ്യേണ്ടത്. അല്ലാതെ യാതൊരുവിധ എന്താണ് നമുക്ക് ദോഷകരമാവുന്നതോ അല്ലെങ്കിൽ എൻവയോൺമെന്റിന് ദോഷകരമാവുന്നതോ രീതിയിലുള്ള ഡിസ്പോസലോ കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. അതിനൊരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു റെഗുലേഷൻ ആണ് ഈ പറയുന്ന ആക്ടുകൾ കൊടുക്കുന്നത്. മനസ്സിലായോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ്. ഇപ്പൊ വേഗം ആ ഒരു RCRAയുടെ OSHAയുടെയും ഒന്ന് എക്സ്പാൻഡഡ് ഫോം നോക്കണം കേട്ടോ. രണ്ടും തമ്മിലുള്ള ചെറിയ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാല് RCRA എന്ന് പറഞ്ഞാല് പ്രധാനമായിട്ടും സോളിഡ് ആൻഡ് ഹസാർഡസ് വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ നടത്താം, അതിലൂടെ നമുക്ക് ഹെൽത്തിനും അതുപോലെ എൻവയോൺമെന്റിനും യാതൊരുവിധ പൊല്യൂഷൻസോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് RCRA പ്രധാനമായിട്ട് പറയുന്നത്. ഇനി OSHL, OSHA എന്ന് പറയുന്നത് ആ എംപ്ലോയീസിന്റെ സേഫ്റ്റിയാണ്. അതാണ് ഒക്യുപേഷണൽ സേഫ്റ്റി എന്ന് പറയുന്നത് കേട്ടോ. ഒക്യുപേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിൽപരമായിട്ടുള്ളതാണ് അല്ലെ. നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള എംപ്ലോയീസിന്റെ സുരക്ഷ, അവരുടെ സുരക്ഷയാണ് പ്രധാനമായിട്ടും ഈ OSHAയിൽ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഹസാർഡസ്, അവരുടെ വർക്ക് പ്ലേസിൽ ഇങ്ങനെയുള്ള അപകട സാധ്യതയുള്ളവരിൽ നിന്നുള്ള സാധനങ്ങളിൽ നിന്നും അവിടുത്തെ എംപ്ലോയീസിന്റെ സേഫ്റ്റിയാണ് ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ആക്ടുകളുടെയും കൃത്യമായി പാലിച്ച് നിയന്ത്രണങ്ങൾ പ്രകാരമായിരിക്കണം ഈ സ്പില്ലേജ് വേസ്റ്റുകൾ കൃത്യമായി ഡിസ്പോസ് ചെയ്യാനായിട്ട്. അതാണ് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റിലേക്ക് പോട്ടെ മിസ്. RCRA എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു നമ്മുടെ US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ. US ആക്ട് ആണ്. അപ്പൊ അത് ശരിക്കും അവിടുത്തെ സോളിഡ് വേസ്റ്റുകൾ, ഹസാർഡസ് വേസ്റ്റുകളൊക്കെ ഇല്ലേ, ആ വേസ്റ്റിന്റെയൊക്കെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, എങ്ങനെ കൃത്യമായിട്ട് ഈ വേസ്റ്റുകൾ മാനേജ് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട നിയമമാണ് കേട്ടോ. അപ്പൊ അതിലൂടെ ശരിക്കും ഇവർ എയിം ചെയ്യുന്നത് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സോളിഡ് ആൻഡ് ഹസാർഡസ് വേസ്റ്റ് മാനേജ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ ആരോഗ്യത്തിനോ നമ്മുടെ എൻവയോൺമെന്റിനോ യാതൊരുവിധ പൊല്യൂഷൻസോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ മാനേജ് ചെയ്യുന്നതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. കിട്ടിയോ? ജസ്റ്റ് ആ പേര് മാത്രം മനസ്സിലാക്കിയാൽ മതി. അത് എന്താണെന്നൊന്നും ചോദിക്കാറില്ലേ. എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ ആണോ? അടുത്ത ഭാഗത്തേക്ക് പോട്ടെ.
ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി EPA ഗൈഡ്ലൈൻസ്. അപ്പൊ നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏജൻസിയിൽ നിന്നുള്ള ഗൈഡ്ലൈൻസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളും ഇവര് പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഹോസ്പിറ്റല് ഇങ്ങനൊരു സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം? ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ അവർക്ക് അവരുടെ ഡിസ്പോസൽ നടത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതിനുവേണ്ടി ഒരു ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് പാലിക്കണം. രണ്ടാമത് പറയുന്നത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. എന്തൊക്കെയാണ്? The EPS provides instruction for the management and disposal of dangerous waste, including spillage waste. നമ്മുടെ EPA ഈ പറയുന്ന സ്പില്ലേജ് വേസ്റ്റുകൾ ഉൾപ്പെടുന്ന ഡേഞ്ചറസ് വേസ്റ്റുകളുടെയും മാനേജ്മെന്റും ഡിസ്പോസലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. And the hospital must abide by these guidelines to keep away from fines and penalty. ഈ ഹോസ്പിറ്റൽ നിർബന്ധമായിട്ടും ഈ പറയുന്ന എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി നൽകുന്ന നിർദ്ദേശങ്ങളും പാലിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം ആ ഹോസ്പിറ്റലിൽ എന്ത് പറ്റുന്ന പറയുന്നേ? ടു കീപ് എവേ ഫ്രം ഫൈൻസ് ആൻഡ് പെനാലിറ്റീസ്. ഇത് പാലിക്കാതെ വന്നാല് അവർക്ക് ഫൈനും പെനാലിറ്റീസും നൽകേണ്ടതായിട്ട് വരാം. മനസ്സിലാവുന്നുണ്ടോ? രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് പറഞ്ഞു. രണ്ടാമത്തത് പറഞ്ഞത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി നൽകുന്ന ഗൈഡ്ലൈൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങള് കൃത്യമായിട്ട് ഈ സ്ഥാപനം പാലിക്കേണ്ടതായിട്ടുണ്ട്. അവര് പ്രധാനമായിട്ടും എന്താണ് പറയുന്നത്? ഡേഞ്ചറസ് വേസ്റ്റ്, സ്പില്ലേജ് വേസ്റ്റിൽ ഉൾപ്പെടുന്ന ഡേഞ്ചറസ് വേസ്റ്റുകളുടെ മാനേജ്മെന്റും ഡിസ്പോസലുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ഇതിന് കൊടുക്കുന്നു. ആ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇവർ ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതെങ്കിൽ അവർക്ക് ഫൈനോ പെനാൽറ്റിയോ ഒന്നും അടയ്ക്കേണ്ടതായിട്ട് വരില്ല. അതേസമയം ഇവർ കൃത്യമായിട്ട് ഇത് പാലിക്കുന്നില്ല എങ്കിൽ അവർക്ക് ഫൈനും അതിൻ്റെതായ പെനാൽറ്റീസ് കാര്യങ്ങളോ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായോ? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി നൽകുന്ന നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ ആണ്? ഓക്കെ, മൂന്നാമതാണ് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ്. നമ്മൾ അറിയാലോ, നിങ്ങൾ പറഞ്ഞു അല്ലെ, പഞ്ചായത്ത്, നമ്മുടെ മുനിസിപ്പാലിറ്റി, നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന കുറച്ചധികം പെർമിറ്റ്സുകളുണ്ട്. ഉണ്ടോ? ഇപ്പൊ ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് പെർമിറ്റ് വാങ്ങണ്ടേ? നമ്മളൊരു വീട് വെക്കണമെങ്കിൽ നമ്മൾ പെർമിറ്റ് വാങ്ങാറില്ല, ഇല്ലേ? ചെയ്യാറുണ്ടോ? എന്താണ്, നിങ്ങൾക്ക് അതൊന്നും കേട്ട് പരിചയമില്ലേ? പെർമിറ്റ് എന്നുള്ള കാര്യം കേട്ട് പരിചയമില്ലേ? ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ അതുപോലെ ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ കൊണ്ടുവരണമെങ്കിലും ആ ഹോസ്പിറ്റലിൽ ഇതുപോലെ ഒത്തിരി വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഒരു ഷോപ്പ് തുടങ്ങണമെങ്കിലും അവരുടെ പെർമിറ്റ് വേണം. കാരണം എന്താ? അവർ ചോദിക്കും, ഈ ഒരു വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്നുണ്ടാവുന്ന വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഡിസ്പോസൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവരെ ബോധിപ്പിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു പെർമിറ്റ് തരുള്ളൂ. അതിനനുസരിച്ച് റീസൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഇപ്പൊ ഹരിതകർമ്മ സേനയ്ക്കൊക്കെ കൊടുത്ത് നമുക്ക് കാർഡ് വാങ്ങിക്കണം നമുക്ക് നിർബന്ധമാണ് അല്ലെ? ഇല്ലേ? എന്തൊരു ഇപ്പം ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് അവർ ആദ്യം ചോദിക്കുന്നതല്ലേ, ഹരിതകർമ്മ സേനയിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നല്ലേ ചോദിക്കുക. പ്ലാസ്റ്റിക് കാര്യങ്ങള് കൃത്യമായിട്ട് അതിന്റെ നിങ്ങളുടെ റെസിപ്റ്റോ കാര്യങ്ങളോ ഒരു നിർബന്ധമാണ് അതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അവർക്ക് ഒരു ഉറപ്പിന് വേണ്ടിയാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പ്ലാസ്റ്റിക് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വേറെ രീതിയിൽ നമ്മൾ അത് കൈകാര്യം ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് അത് അതിൻ്റെതായ രീതിയിലുള്ള പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ അത് ചെയ്യുന്നത് എന്നവർക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് നമ്മൾ വരുമ്പോൾ അവർ മസ്റ്റ് ആയിട്ടും അവർ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ അതോറിറ്റികളിൽ നിന്ന്, അധികാരികളിൽ നിന്ന് പെർമിറ്റ് വാങ്ങണം. To handle and dispose of unsafe waste. എന്തിനു വേണ്ടിയാ? അൺസേഫ് ആയിട്ടുള്ള വേസ്റ്റും ഇൻക്ലൂഡിംഗ് സ്പില്ലേജ് വേസ്റ്റുകൾ, സ്പില്ലേജ് വേസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇങ്ങനെയുള്ള അൺസേഫ് ആയിട്ട് സുരക്ഷിതമല്ലാത്ത വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാനും കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടി സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ആയിട്ടുള്ള അതോറിറ്റീസ് അല്ലെങ്കിൽ അധികാരികളിൽ നിന്ന് ബന്ധപ്പെട്ട പെർമിറ്റുകൾ വാങ്ങിയിരിക്കണം. അതനുസരിച്ച് മാത്രമേ അവര് പ്രവർത്തിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്താൽ ഉറപ്പായിട്ടും ഇവർക്കെതിരെ ലീഗൽ ആക്ഷൻസ് ആ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റ് എടുക്കും കേട്ടോ. ഈ മൂന്നെണ്ണമാണ് നമ്മൾ പറഞ്ഞത്.
ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് പറഞ്ഞു, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഗൈഡ്ലൈൻസ് പറഞ്ഞു, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ് പറഞ്ഞു. മൂന്നും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ അടുത്ത ദിവസം നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവാറായി. നെക്സ്റ്റ് ഒരു ക്ലാസ്സും കൊണ്ട് നമുക്ക് ഇത്രയും ഉള്ളൂ, കുറച്ച് ഭാഗമുള്ളൂ കേട്ടോ. അതുകൂടി കഴിഞ്ഞ് നമ്മുടെ നെക്സ്റ്റ് ആ ഒരു ചാപ്റ്റർ കൂടി കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് മോഡ്യൂളിലെ ചാപ്റ്റേഴ്സ് 1 and 2 മോഡ്യൂൾസിലെ ചാപ്റ്റേഴ്സ് കഴിയും. ഇത് എക്സാമിന് വേണ്ടിയിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം കഴിയും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ ഒരു ചാപ്റ്റർ കൂടി കംപ്ലീറ്റ് ആവും. അപ്പൊ ഇത്തിരി സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് പോയിന്റ്സ് ഒക്കെ നോക്കാം കേട്ടോ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.